ഹലോ ഇപ്പോൾ ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ കാരണം ഞാൻ വിദേശത്ത് ഒരുപാട് വർഷമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അവിടെ കണ്ടിരിക്കുന്ന ഈ ശിക്ഷയായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു സപ്പോർട്ടീവ് മെത്തേഡ്, അതായത് അവർക്ക് ഗവൺമെൻറ് ഒരുപാട് ഫണ്ട് നൽകുന്നുണ്ട്, അവരെ ഫുള്ളി അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ട് ശിക്ഷിക്കാൻ സാധ്യത എന്ന വ്യക്തി എന്നോട് പറയുന്നു. അപ്പോൾ ഞാൻ ഒരു നിമിഷം അങ്ങനെ പെട്ടെന്നൊന്ന് കാരണം ഞാൻ കണ്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റം വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് വന്നു എന്നുള്ളതിനെ പറ്റി എനിക്കും അറിയാനൊരു ആകാംക്ഷ ഉണ്ടായി. അതിനുപരി എനിക്ക് എന്താണ് ഇവരെ എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഒരുപാട് കൂടി ഞാൻ ഷീജയുടെ വീട്ടിൽ പോവുകയും ഷീജയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവമായിട്ട് തന്നെ ഞാൻ ആ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ക്രിസ്മസിന് നാട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ ഒരു ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നത് എനിക്ക് ഈ കുട്ടികളുടെ കൂടെയും നിങ്ങളുടെ ഒരു ഈ ഒരു ഗെറ്റ് ടുഗദറും അതുപോലെ തന്നെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വേദികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ മനസ്സിലും ഹൃദയത്തിലും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ തന്നെ ഒരു തൂവലായിട്ട് ഞാൻ ഒരുപാട് വിളിച്ചോട് ചേർക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് ഒരുപാട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്ന എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പുറത്തുള്ളവരെ എല്ലാവരും ചാരിറ്റി ട്രസ്റ്റിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു കൂടിയാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കലാകാരി എന്ന നിലയിലും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിലും ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് മലയാളം പാട്ടുകളൊന്നും വലിയ പരിചയമില്ലെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് മൾട്ടിമീഡിയ ചിൽഡ്രനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എങ്ങനെയാണ് കുട്ടികളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നത് ആ ഒരു എന്റർടൈൻമെന്റ് ഞാൻ നിങ്ങളുടെ മുന്നിലും അവതരിപ്പിക്കുക. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എനിക്കറിയാം അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി തന്നെ ഞാൻ ഈ പാട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അത് ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം കുട്ടികൾക്ക് പകരുന്ന രീതിയിലാണ് എന്നത് ഓർമ്മിപ്പിക്കുക. Jingle bell, jingle bell, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Hey, jingle bell, jingle bell, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Dancing to the ha ha. Oh, the hill we go, laughing on the ha ha. That was the making feeling right. I want to so much. Play tonight. Hey, jingle bell, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Hey, jingle bell, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Thank you. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ് ഓൾ ഓഫ് യു. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഈ ഒരു സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ